നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തിയ എല്ലാ നല്ല ദയക്കായി, വിശ്വസ്തയ്ക്കായി, കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്നത്തെ സന്ധ്യയെങ്കിലും ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവിന്റെ തിരുവചനവുമായി നിൽക്കുവാൻ, നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗം എന്നെയും കൂട്ടിവരുത്തി ദൈവം തന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ധ്യയെങ്കിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസൻ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എന്നെ ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന എൻ്റെ വാത്സല്യ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നത്തെ സന്ധ്യയെങ്കിൽ എൻ്റെ സ്നേഹവന്ദനവും അതോടൊപ്പം ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. അല്പസമയം ദൈവസേനയിൽ നമുക്ക് ഗാനങ്ങളെ പാടി ദൈവത്തെ ആരാധിക്കാം. ദൈവം തരുന്ന ആയുസ്സും ദൈവം തന്ന ആരോഗ്യവുമെല്ലാം കർത്താവിന് വേണ്ടി വിനിയോഗിക്കപ്പെടുവാൻ, കർത്താവിന്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു ഗാനം പാടുവാൻ ഞാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നു. പരനേ നിന്നെ കാണാൻ
ആർത്തും ഘോഷിച്ചും ആനന്ദവല്ലഭം നേരിലേൽപ്പാം പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരമുണ്ടെനിക്കാശ പരനേ നിൻമുഖം പരനേ നിൻമുഖം കണ്ടു കൊതി തീരമുണ്ടെനിക്കാശ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ പരനേ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ടേ. Looking for ഹലോ എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം. വന്നതത്തിൽ നിന്നിറങ്ങി ദിവ്യഭോജ്യം വന്നിടത്തിനു ജീവനേകി സ്വർഗഭോജ്യം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു.
പ്രതിയളഞ്ഞ മാനവർക്കു ജീവനേ മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേ എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു നാഥനീശു എഴുന്നള്ളുന്നു മാനവർക്കു ജീവനേ എഴുന്നള്ളുന്നു. മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരേ മഹിതഗീതികൾ ഒഴിച്ചിടുവിൻ മഹിതലേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരേ മഹിതഗീതികൾ ഒഴിച്ചിടുവിൻ വൈരവും പകയുമല്ല മറന്നിടുവിൻ സാദരം കൈകൾ കോർത്ത് നിരന്നിടുവിൻ എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു നാഥനീശു എഴുന്നള്ളുന്നു മാനവർക്കു വരം കൂടി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു നാഥനീശു എഴുന്നള്ളുന്നു മാനവർക്കു വരം കൂടി എഴുന്നള്ളുന്നു. Praise God. Hallelujah. 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 സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ. കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമരും മുടന്തരും കുതിച്ചുയരും.
ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിണ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ.
കുലത്തിൽ മർത്യനായി ജന്മമേരീശൻ മെഴുതിരിവാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരിനാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ഞാനെത്ര ഭാഗ്യവാൻ ഞാനെത്ര ഭാഗ്യവാൻ യേശുവൻ ജീവനിൽ കല്യാണനാളിൽ വേദവായനയ്ക്കായി സങ്കീർത്തനം 3 അധ്യായം വായിക്കാം. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിൻ്റെ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നു. 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവയെ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെവിട്ട് കടിച്ചു. നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു.
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ച എല്ലാ കൃപകൾക്കായി നന്ദി പറയുന്നു. ഇതുവരെയും മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാനൊക്കെ ഇടയായി. അതിനുശേഷമായി വിലപ്പെട്ട ദൈവത്തിൻ്റെ വചനം ബഹുമാന്യ ദൈവദാസി വായിച്ച് കേൾക്കുവാനൊക്കെ ഇടയായി. ഈ പാടുകയും വചനം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളെ കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരണം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തരുന്ന ഓരോ സമയങ്ങളിലും നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്ന സമയങ്ങളിൽ നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസം നമ്മളിൽ ഉള്ളിടത്തോളം കാലം സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഉള്ളങ്ങളെ പകരുവാൻ എല്ലാ പ്രിയമുള്ളവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അല്പസമയത്തെ വേദവചന ചിന്തയ്ക്കായി ഇന്നത്തെ സന്ധ്യയിൽ ഞാനൊരു തിരുവചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. ഇത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ടത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും അത് പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതെ ഇരിക്കുകയില്ല. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഈ തിരുവചന ഭാഗം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായി. യോബിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ്. തന്റെ ഭക്തനായ യോബിനെ കുറിച്ച് എല്ലാ ദൈവമക്കൾക്കും കേൾവിയുള്ള ഒരു വചനമാണ് ഞാൻ വായിക്കുവാനിടയായി തീർന്നത്. യോബിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം പോലും സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തിയാണ് യോബ്. ഊസ് ദേശത്ത് യോബ് എന്നൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, യഹോവ ഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. ദൈവം സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തിയാണ് യോബ്. ധനികനായിരുന്നു, ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും അവരുണ്ടായിരുന്നു. ആകെ 10 മക്കൾ. ഇഷ്ടം പോലെ ആട് മാട് സർവസമ്പത്തിനും അധിപനായിരുന്നു. ആണ്ടുകൾ തോറും തന്റെ മക്കൾക്ക് വേണ്ടി ആ പിതാവ് ഓരോരുത്തരുടെയും സമയമാകുമ്പോൾ ഓരോ വർഷം തികയുമ്പോൾ അവർക്ക് വേണ്ടി വിരുന്ന് കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ദൈവത്തിന്റെ സന്നിധി. എന്ന് പറഞ്ഞാൽ താൻ നിഷ്കളങ്കനാണ്, യഹോവ ഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനാണ്. അതുപോലെ ആ പിതാവ് ആഗ്രഹിച്ചത് എന്റെ കുഞ്ഞുങ്ങളും എന്നെ പോലെ ആയിത്തീരണം. ഏതൊരു മാതാവിനും പിതാവിനും ഒരിക്കൽ പോലും തന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ദൈവഭക്തി, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് ദൈവത്തിന്റെ തിരുവചനം എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരുവനും ഏത് കഷ്ടം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും തളർന്നു പോകുകയില്ല. അതാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനം. ഈ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കാം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതെ ഇരിക്കുകയില്ല. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ആമേൻ. ദൈവത്തിന്റെ തിരുവചനം ഞാൻ യോബിനെ കുറിച്ച് പറഞ്ഞല്ലോ. ദോഷം വിട്ടകലുന്നവനും യഹോവ ഭക്തനും, ഹല്ലേലൂയ, നീതിമാനും നിഷ്കളങ്കനുമായും ദൈവം സാക്ഷ്യം പറഞ്ഞ ഒരു വ്യക്തി. അങ്ങനെ ജീവിച്ചിരിക്കെ പിശാച് ഒരു ആലോചന കൊണ്ടുവന്നു. ഇവനെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് തെറ്റിക്കണം. അതാണ് പിശാചിന്റെ ഉദ്ദേശം. ദൈവഭക്തനാണെന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവനെ നശിപ്പിക്കുവാൻ പിശാചിന് സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ തന്റെ ഭക്തനായ യോബിന് ചുറ്റും ദൈവം വേലികെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. ദൈവം വേലികെട്ടി സൂക്ഷിച്ചിരിക്കുന്ന ഒരുവനെയും ശത്രു ദൃഷ്ടി വയ്ക്കുവാൻ ദൈവം സമ്മതിക്കില്ല. യോബ് അങ്ങനെ ജീവിച്ചിരിക്കെ പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാനിടയായി.
ദൈവം ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു? അന്നേരം പറയുന്നു, ഞാൻ ലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് വന്നു നിൽക്കുകയാണ്. എന്തിനാണ്? നിന്നോടുള്ള ഭക്തിയെ ത്യജിച്ചു കളയേണ്ടതിന് ഞാൻ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു. ദൈവം ചോദിക്കുന്നു, നീ എന്റെ ഭക്തനായ ഇയ്യോബിന്മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നുവോ? അപ്പൊ പറയാണ്, എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താണ്? നീ അവനെ ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. ഒരു ഭക്തന് ചുറ്റും ദൈവം വേലി കെട്ടി സൂക്ഷിച്ചാൽ അവനെ ഒരു ശത്രുവിനും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പൊ പറയാ, നീ അവന്റെ വിശ്വാസത്തെ അളക്കുകയാണ്. അവനുള്ള ദൈവഭക്തിയെ ഹല്ലേലൂയ പിശാച് തന്ത്രപൂർവം അവനെ നശിപ്പിക്കേണ്ടതിന് ദൈവത്തോട് അനുവാദം ചോദിക്കുക. അപ്പൊ ദൈവം നീ അവന് ചുറ്റും ഉള്ള വേരെ ഒന്ന് പൊളിച്ചു കളഞ്ഞാൽ നിന്നോടുള്ള ഭക്തിയെ, അല്ലെങ്കിൽ ദൈവം പ്രൊട്ടക്ഷൻ കൊടുക്കാതിരുന്നാൽ നിന്നോടുള്ള ഭക്തിയെ അവൻ വിട്ടുകളഞ്ഞിട്ട് നിന്നെ ത്യജിച്ചു കളയുമെന്ന്. അപ്പോഴും ദൈവത്തിന് നിശ്ചയമുണ്ട്, അവൻ എന്റെ പൈതലാണ്. അവന് ഈ പിശാചിനെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കുകയാണ്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അപ്പൊ അവനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ, അവന്റെ പ്രാണന്മേൽ നീ കൈവെക്കരുത്. അവന്റെ പ്രാണന്മേൽ നീ കൈവെക്കരുത്. ചില സന്ദർഭങ്ങളിൽ ദൈവഭക്തനായ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലിന് ചില കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വെക്കുമ്പോഴും ദൈവം അവിടെയും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലുള്ളതാണ്. ഇയ്യോബിന് മേൽ ദൃഷ്ടി വെച്ച പിശാച്, ഹല്ലേലൂയ, അവനുള്ള സർവ്വതും നഷ്ടപ്പെടുവാനിടയായി. അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, അവനുള്ള സർവ്വതും ആട് മാട് മൃഗസമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഒരു മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ വേദന എത്രമാത്രമുണ്ട്. അപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവത്തിലുള്ള ഭക്തി, ആ ഭക്തൻ മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്ര പ്രത്യാശ ഉളവാക്കുന്ന ഒരു ഭാഗമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ തരുമ്പോൾ ദൈവത്തിലുള്ള ഭക്തിയെ മുറുകെ പിടിക്കുക. അവൻ നിന്റെ പ്രാണന് ഒരു അപായവും വരുത്തുകയില്ല. അല്പമായ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. എങ്കിലും കർത്താവ് നിന്നെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നിന്നെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ നാമത്തിൽ നിന്നെ കണ്ടുവെങ്കിൽ, ഒരു നാളിലും ദൈവം ലജ്ജിക്കുവാൻ പിശാചിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുകയില്ല. ഹല്ലേലൂയ. തന്റെ ഭക്തനായ ഇയ്യോബ്, ഹല്ലേലൂയ, അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ ശരീരത്തെയും പരുക്കളാൽ ബാധിതനായി. താൻ ഹല്ലേലൂയ ഇരുന്നിടത്ത് നിന്ന് ഇറങ്ങി റെട്ടിലും വെണ്ണീരിലും ഇരുന്നു കൊണ്ട് ശരീരം മുഴുവൻ പരുക്കളാൽ ഭാരപ്പെട്ടു. തന്റെ ഭാര്യ പോലും പറഞ്ഞു, ദൈവത്തോടുള്ള ഭക്തിയെ നീ ത്യജിച്ചു കളഞ്ഞിട്ട് ഇനിയെങ്കിലും നിനക്ക് മരിച്ചുകൂടായോ? അപ്പോഴും തന്റെ ഭക്തനായ ഇയ്യോബ് പറയുന്നു, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. നന്മ അനുഭവിക്കാൻ കഴിയുമെങ്കിൽ തിന്മ കൂടി അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമല്ലയോ? എങ്കിൽ പോലും അവന്റെ ഹല്ലേലൂയ ദൈവത്തോടുള്ള അമിതമായ ഭക്തി, ദൈവത്തോടുള്ള അമിതമായ സ്നേഹം വിട്ടുകളയാതെ ദൈവത്തോട് മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് വാക്യത്തിന്റെ അവസാനം പറയുന്നത്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. വൃക്ഷം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മെ കാണിക്കുന്നു ഒരു ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിന്. ഹല്ലേലൂയ. ഒരു ദൈവത്തിൽ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അതിനെ വെട്ടിയാൽ അത് പിന്നെയും കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. ദൈവത്തിൽ വേരൂന്നി വളരുന്ന ഒരു വൃക്ഷവും അത് വെട്ടിയാലും കിളിർത്തുകൊണ്ടേയിരിക്കും. അതിന്റെ വേര് നിലത്ത് പഴകിയാലും, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. പരിശുദ്ധാത്മാവെന്ന വെള്ളം നിന്റെ ഉള്ളിലേക്ക് നിറയുമ്പോൾ നിന്റെ ശരീരത്തിലുള്ള, അല്ലെങ്കിൽ നിന്റെ
മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ആ പാപത്തിൽ നിന്ന് ഒരു വിടുതൽ തന്ന പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ബോധവരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുമ്പോൾ ഒരു തൈ പോലെ തളർവിടും. ഹല്ലേലൂയ. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അത് നശിച്ചു പോകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വന്നപ്പോൾ തന്റെ ഭക്തനായ യോബിന്റെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഞാൻ ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നത്? എന്നിലൂടെ ഒഴുകുന്നത് എവിടെയാണ്? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഹല്ലേലൂയ. വെള്ളത്തിന്റെ ഗന്ധം, അതായത് ഒരു വെള്ളത്തിന്റെ അരികിൽ അല്ലെങ്കിൽ തോട്ടിന്റെ അരികിൽ അല്ലെങ്കിൽ ജലം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു വൃക്ഷം നിന്നാൽ എത്ര വേനൽ വരട്ടെ, എത്ര കാറ്റടിക്കട്ടെ, എത്ര പ്രതിസന്ധികൾ വരട്ടെ, അത് നഷ്ടപ്പെട്ടു പോകുകയില്ല. കാരണം അതികഠിനമായ വേനലിൽ സകലതും കരിഞ്ഞ് കത്തിപ്പോയാലും ആ തോട്ടിനരികിൽ നിൽക്കുന്നതായ ആ വൃക്ഷത്തിന് അതിന്റെ തായ്വേരടിയിലൂടെ ഒഴുകി ജലാംശമുള്ള സ്ഥലത്തേക്ക് ചെന്ന് വെള്ളം വലിച്ചെടുത്ത് ഹല്ലേലൂയ ആ ഉണങ്ങി നിൽക്കുന്ന വൃക്ഷത്തിന് വെള്ളം കൊടുക്കുമ്പോൾ അത് വീണ്ടും തളിർവിടുവാനിടയായും. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്നെ ക്രിയ ചെയ്താൽ, പരിശുദ്ധാത്മാവ് എന്ന വെള്ളം നിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പാപം നീങ്ങി, ശാപം നീങ്ങി, സകലതും നീങ്ങി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം വീണ്ടും ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാപ്രവചനം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും കരിമരവും കരിവേലവും വെട്ടിയാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഈ കരിമരവും കരിവേലവും നല്ല കാഠിന്യമുള്ള മരങ്ങളാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട്, ഈ മേസ്തിരിമാരൊക്കെ ചുറ്റികയ്ക്കും അല്ലെങ്കിൽ ഈ മഴുവിനൊക്കെ കൈയിടുന്നത് വെറും വടി കൊണ്ടല്ല. ഈ കരിവേലകത്തിന്റെ കമ്പ്, കരിമരത്തിന്റെ കമ്പൊക്കെ എടുത്തിടുമ്പോൾ അതിന് നല്ല കട്ടിയാണ്, അത് പൊട്ടിപ്പോകത്തില്ല. അതുപോലെയാണ് നാശത്തിന് കരിമരവും കരിവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നു, നശിച്ചു പോകത്തില്ല. ദൈവത്തിൽ അടിസ്ഥാനമുള്ള ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന വെള്ളം അവനിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നിന്നെ ആര് വെട്ടിയിട്ടാലും അത് നശിച്ചു പോകുകയില്ല. അത് വിശുദ്ധ സന്തതിയായി ഒരു കുറ്റിയായി ശേഷിക്കും. നീ യഥാർത്ഥമായ ഒരു ദൈവ പൈതലെങ്കിൽ ഹല്ലേലൂയ, കഷ്ടങ്ങൾ വരട്ടെ, നഷ്ടങ്ങൾ വരട്ടെ, രാജാതിരാജാവായി എതിരേൽക്കാൻ നിൽക്കുന്നവരെങ്കിൽ ഹല്ലേലൂയ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടതിനെ കുറിച്ച് നമുക്ക് കാണുവാനിടയായി. തന്റെ ഉടയവൻ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതിനെ തടവെടുത്തു, അതിന് കുഴിയെടുത്തു, തൈ നട്ടു, അതിന് വളമിട്ടു, വെള്ളം ഒഴിച്ചു കൊടുത്തു, അത് വളരുമാറാക്കി 3 വർഷം അതിൽ ഫലം കായ്ക്കുമോ എന്നോർത്ത് കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും അതിന് ഫലം കായ്ച്ചില്ല. അപ്പോൾ തോട്ടത്തിലെ ഉടമസ്ഥൻ, നമ്മ അങ്ങനെയല്ലേ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊരു പൂ കായ്ച്ചെങ്കിൽ നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഇവിടെ തമ്പുരാനായ ദൈവം നമ്മെ നട്ടു വളർത്തിയത് ഫലം കായ്ക്കുവാനാണ്. വേരൂന്നി ഫലം കായ്ച്ച് നല്ല ഫലങ്ങളെ വാർത്തെടുക്കുവാനാണ്. തോട്ടക്കാരൻ പറയുകയാണ് ഹല്ലേലൂയ, ഇതിനെ വെട്ടിക്കളയുക. ഇതിനെ വെട്ടിക്കളയാൻ പറഞ്ഞപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: 1 വർഷം കൂടി നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. 1 വർഷം കൂടി നിൽക്കട്ടെ. നമ്മുടെ മിടുക്കല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മിടുക്കല്ല നാം ഇന്ന് നിൽക്കുന്നത്. കർത്താവിന്റെ മഹാകരുണയാണ്. 1 വർഷം കൂടി, 1 ദിവസം കൂടി, 1 മണിക്കൂർ കൂടി, 1 സെക്കൻഡ് കൂടി, 1 നിമിഷം കൂടി നമുക്ക് തന്നത് എന്തിനാണ്? നീ കർത്താവിനെ യഥാർത്ഥമായി അറിയുന്നുണ്ടോ? സൃഷ്ടാവിനെ യഥാർത്ഥമായി അറിയുന്നുണ്ടോ? നിന്റെ സകല പാപങ്ങളും പോക്കി നിന്നെ ശുദ്ധീകരിച്ച് ജീവനുള്ള ഒരു ദേശത്ത് ജീവനുള്ള ദേഹികളായി പരിപാലിക്കുന്നുവെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നശിച്ചു പോകുവാനല്ല. ഹല്ലേലൂയ. തന്റെ ഉടയവൻ എന്തിനാണ് വെട്ടിക്കളയാത്തത്? ഇനിയും നീ ഫലം കായ്ക്കുമോ എന്നറിയാൻ ദീർഘക്ഷമയോടെ അപ്പൻ കാത്തിരിക്കുകയാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങൾ പാപവഴിയിൽ വിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരിക. ഹല്ലേലൂയ. നമ്മളെ ഫലം കായ്ക്കേണ്ടതിന് അധികം ചെത്തിവെടിപ്പാക്കുന്നു. ഹല്ലേലൂയ. ചെത്തിവെടിപ്പാക്കിയെങ്കിൽ മാത്രമേ അത് വീണ്ടും 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 പൊട്ടി
പ്രാപിക്കുവാൻ ഇടയാകുള്ളൂ. കർത്താവിന്റെ വരവേറ്റം ആസന്നമായിരിക്കും ഈ കാലയളവിൽ. ഹല്ലേലൂയ. ഞങ്ങൾക്കൊന്ന് വിളിച്ചു പറയുവാനുണ്ട്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ കഷ്ടത്തിന് അതിജീവിച്ച ദൈവം, ഹല്ലേലൂയ, രോഗത്തിൽ വിടുതൽ പ്രാപിച്ച ദൈവം, ഹല്ലേലൂയ, ഇന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഈ ദേശത്ത് നിങ്ങളോട് ദൈവവചനം വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൽ തീരുന്നതല്ല ഞങ്ങളുടെ ജീവിതം. വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. അതെവിടെയാണ് നിൽക്കുന്നത്? വെള്ളത്തിനരികെ. വെള്ളത്തിനരികെ നിൽക്കുന്ന ഓരോ ദൈവമൈകളും, ഹല്ലേലൂയ, നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കില്ല. പരിശുദ്ധാത്മാവുന്ന ആദ്യദാനം നിങ്ങളിൽ വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ട് അധികം ഫലം കായ്ക്കുവാൻ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന ഈ ദേശനിവാസികളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ കുറവുകളല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. പ്രാണപ്രിയരെ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ന്യൂസ് വെക്കുമ്പോൾ, പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒക്കെ കാണുന്നു, ഭവനങ്ങളിൽ സമാധാനമില്ല. സഹോദരന്മാർ തമ്മിലും, സഹോദരിമാർ തമ്മിലും, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ തമ്മിലും, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ തമ്മിലും കലഹം കൊണ്ട്, ഹല്ലേലൂയ, കൊല്ലിനും കൊലയ്ക്കും എന്തും ചെയ്യുവാൻ മടിയില്ലാത്തൊരു തലമുറ. എന്തും ചെയ്യുവാൻ മടിയില്ലാത്തൊരു തലമുറ. വാത്സല്യ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പി. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ എങ്ങനെയുള്ളവനായിരിക്കും? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. എങ്ങനെ നടക്കണം നാം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങളോട് ഞാൻ ഉച്ചത്തിൽ പറയട്ടെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപകൽ ധ്യാനിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. നിന്റെ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു വിടുതൽ കൽപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. കർത്താവിന് വേണ്ടി നിന്റെ ജീവിതം കൊടുക്കുക. ദൈവമല്ലേ ആയുസ് തന്നത്, ദൈവമല്ലേ ആരോഗ്യം തന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ന്യൂസ് കേൾക്കുവാനിടയായി. തന്റെ പ്രിയ പിതാവിനോട് ആഡംബരമായ ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുവാനിടയായി. 15 ലക്ഷം രൂപ കൊടുത്തൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. ബൈക്ക് വാങ്ങിക്കൊടുത്ത് അതിന് കടം തീരും മുമ്പേ പറയുന്നു, എനിക്കൊരു ആഡംബര കാർ വാങ്ങിച്ചു തരണം. ഒരു പിതാവിന്റെ സങ്കടം ഒന്ന് ഓർക്കണം. എന്ത് ചെയ്യുന്നറിയാമോ? ചൂറ്റിയെടുത്ത് തലക്കിട്ട് ഒരു അടി കൊടുത്തിട്ട് അവനെ ഐസിയിൽ കൊണ്ടാക്കി. എന്ത് ചെയ്യാനാ? നശിച്ചു പോകുന്ന ഒരു തലമുറ. ആ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്നവരെ, കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനല്ല, കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുമ്പോൾ ഇത് പുതിയ തലമുറയാണ്, ടെക്നോളജി കാലത്തിലുള്ള തലമുറകളാണ്. അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുക. വീട്ടിലെ സകല കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കുക. അവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. മാതാപിതാക്കളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, അടയ്ക്കാകുമ്പോൾ മടിയിൽ വെക്കാം, കവുങ്ങാകുമ്പോൾ മടിയിൽ വെക്കാൻ പാടില്ല. അപ്പൊ അടയ്ക്ക് ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടുന്ന ദൈവവചനം, ദൈവവചനത്തിനല്ലാതെ, പരിശുദ്ധാത്മാവിനല്ലാതെ, കർത്താവിന്റെ വചനത്താനല്ലാതെ നമുക്ക് അവരെ നേടിയെടുക്കുവാൻ കഴിയില്ല. അകലിൽ നശിച്ചു പോകുന്ന തലമുറയിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അവരെല്ലാം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം വീണ്ടും ഓർപ്പിക്കുന്നു, അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. യേശു ക്രിസ്തു തന്റെ സകല മഹത്വത്തോടും തേജസ്സോടും കൂടി രാജാവായി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എണ്ണമറ്റ ദൂതന്മാരും തേജസ്കരണം പ്രാപിച്ച വിശുദ്ധന്മാരും മശിഹായോട് കൂടി വരുന്നതാണ്. അന്ത്യക്രിസ്തുവിനെ സഹചാരികളെയും വിധിക്കുന്നതിനും ഭൂമിയിൽ തന്റെ രാജ്യം പ്രാപിക്കുന്നതിനുമായിട്ട് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ആരും നഷ്ടമായി തീരരുത്. ഹല്ലേലൂയ. നിങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. അതിനാണ് ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം നിങ്ങളോട് വിളിച്ചറിയിക്കുന്ന ആ മഹൽ സംഭവത്തിൽ, ഹല്ലേലൂയ, കർത്താവ് തന്റെ ദൂതന്മാരുമായി, ഹല്ലേലൂയ, മഹത്വ പ്രത്യക്ഷ ദിനത്തിൽ കർത്താവിനോടുകൂടി
പ്രാപിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ആകെ ഈ ദിവസങ്ങളിൽ വൃക്ഷമായിരുന്നാൽ ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ആ വൃക്ഷം ഹല്ലേലൂയ മണ്ണിൽ പെട്ടുപോയാലും അത് നശിച്ചു പോയാലും അതിന്റെ കുറ്റി വീണ്ടും തളിർവിടും. നശിച്ചു പോകുവാനല്ല, നാം ഈ മണ്ണിൽ പട്ടുപോകുവാനല്ല. ഹല്ലേലൂയ. വീണ്ടും തളിർവിട്ട് നമ്മളിലുള്ള ഫലം മറ്റുള്ളവരിലേക്ക് പുറപ്പെടുവിച്ച് കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ആ വരവെങ്കിൽ പ്രത്യാശയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. നമുക്ക് വേണ്ടി കർത്താവ് രാജ്യം ഒരുക്കി വെച്ചിരിക്കുന്നു. ആ രാജ്യത്തിൽ തന്റെ പ്രിയനോടൊത്ത് കാണുവാൻ ഹല്ലേലൂയ എല്ലാവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു: രാജ്യമൊരുക്കിത വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരുക്കിത വേഗം വരുന്നല്ലോ, പ്രിയൻ തൻ മണിനാദം
ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് വേണ്ടി ദൂരെ ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. പുതുമകൾ നിറയുന്ന പുലരിയിൽ ഹല്ലേലൂയ ആനന്ദഗാനം പാടി ഇഹത്തിലെ ദുരിതങ്ങളൊക്കെ തീർന്ന് നമ്മുടെ കണ്ണിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് നമ്മുടെ ദുഃഖങ്ങളൊക്കെ തീർന്ന് ആയിരം ആയിരം ദൂതഗണങ്ങളോട് ചേർന്ന് ഹല്ലേലൂയ നമ്മൾ സ്തുതി പാടുമ്പോൾ, ആയിരം ആയിരം ദൂതഗണങ്ങൾ സ്തുതിച്ച് പാടുമ്പോൾ ആ നല്ല സ്തുതിനം കാത്തു നിൽക്കുവാൻ നിങ്ങളെ ഏവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. മണ്ണിൽ നശിച്ചു പോകുവാനല്ല, നീ പരിശുദ്ധാത്മാവിൽ വേരൂന്നി ആ നല്ല ഫലം കായ്ച്ചുകൊണ്ട് ആ വെള്ളത്തിനരികത്തേക്ക് ചെന്ന് ആ ജീവജലത്തെ വലിച്ചു കുടിച്ച് പ്രത്യാശയോടെ നിൽക്കുക. നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രാണപ്രിയൻ വേഗം വരുന്നു, അവനായി ഒരുങ്ങാം, ഉണരാം എന്ന ആഹ്വാനത്തോടുകൂടി എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഇന്നത്തെ വചനത്താൽ ദൈവമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ലൊരു രാത്രിക്കായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകലിൻ്റെ മണിക്കൂറുകളിലൊക്കെയും അവിടെ ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത അത്ഭുത സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനേകർ കർത്താവേ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി നീ ആയുസ് നീട്ടി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇതേ യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഇന്ന് നീ ഉണ്ടാക്കിയ ദിവസം ഞങ്ങൾക്ക് സന്തോഷിച്ച് ആനന്ദിപ്പാൻ തന്ന ഈ നല്ല ഭാഗ്യത്തിനായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അപ്പാ, നിന്റെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പാ കർത്താവേ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, അപ്പാ, നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, നീ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അപ്പാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സന്ദർശിപ്പാൻ ഈ സമയം അവിടെ എഴുന്നള്ളി വരണമേ രാജാതിരാജനായ യേശുവേ. അപ്പാ, അവിടുന്ന് ഗലീല മലഞ്ചെരുവിൽ കൂടി കർത്താവേ, അപ്പാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന് നീങ്ങിയ ആ കാൽപാദം, ഹല്ലേലൂയ, ആ നിന്റെ സാന്നിധ്യം കർത്താവേ ഇപ്പോൾ ഞങ്ങളുടെ ദേശത്തെ സന്ദർശിപ്പാൻ അവിടെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളെ കർത്താവെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം അത്രയും ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. ശുദ്ധീകരിക്കുന്ന വചനം, കഴുകുന്ന വചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി. ഹല്ലേലൂയ. കർത്താവേ, അപ്പാ, വചനത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ. വചനത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കണമേ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ജീവന്റെ വചനം ഞങ്ങൾക്ക് പൊഴിച്ചു നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളെ അപ്പാ വീണ്ടെടുക്കുന്ന വചനം അത്ഭുതകരമായ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കിടന്നു വന്ന ഓരോരുത്തരെയും നാഥന്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടയവനെ അവിടുന്ന് ഇടങ്ങി വന്ന് അവിടുന്ന് ശബ്ദമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ നിന്റെ ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ച് നിർത്തണമേ. ഹല്ലേലൂയ. അടിയനെ നിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകുന്ന ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ നിങ്ങൾ ചെയ്യുന്നതിന് നന്ദി. കർത്താവേ, അപ്പാ, ഇന്ന് നിന്റെ കരം തൊട്ടുകൊണ്ട്, ഹല്ലേലൂയ, നിന്റെ കരം പിടിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാനോട് നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അപ്പാ, അവിടുത്തെ ജീവൻ ഞങ്ങളിലേക്ക് പകരണമേ. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെയെല്ലാം നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ എന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാവുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്വർഗരാജ്യം. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സ്വർഗരാജ്യം നമ്മോട് സമീപസ്ഥമായിരിക്കുകയാണ്. നാം ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സ്വർഗരാജ്യം നമ്മോട് സമീപസ്ഥമായിരിക്കുകയാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യം ആദ്യം നമുക്ക് വായിച്ചു കേൾക്കാം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും.
എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. Even youths grow tired and weary, and young men stumble and fail. But those who hope in the Lord will renew their strength. They will soar on wings like eagles. They will run and not grow weary. They will walk and not be faint. അതെ, നാം വായിച്ചു കേട്ടത്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതെ, സ്വർഗത്തിലേക്ക് കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലേക്ക് കഴുകനെ പോലെ, ഹല്ലേലൂയ, കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിന് നാം എന്ത് വേണമെന്നാണ് പറയുന്നത്? യഹോവയ്ക്കായി കാത്തിരിപ്പിനെന്ന്. യഹോവയ്ക്കായി കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കാം. ഹല്ലേലൂയ. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് എങ്ങോട്ട് പറന്നു കയറും, അടിച്ച് കയറും. പ്രിയപ്പെട്ടവരെ, കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ ദൈവരാജ്യത്തിലേക്ക് ചിറകടിച്ച് പറന്നുയരുവാൻ, കഴുകന്മാരെ പോലെ ഉയരങ്ങളിലേക്ക് പറന്നു പോകുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? എന്നാൽ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിപ്പിനെന്ന് ഈ സമയം നിങ്ങളെ അറിയിക്കട്ടെ. നാം യെശയ്യാ പ്രവാചകന്റെ നാവിൽ കൂടിയും 40-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. തലമുറകളായി നമ്മുടെ ദൈവം നിലനിൽക്കുന്നു. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അതെ, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനായ പിതാവാം ദൈവം. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അതെ, നമ്മുടെ ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നാം പലപ്പോഴും ക്ഷീണിച്ച് വാടിപ്പോകുന്നവരാകാം. എന്നാൽ നമ്മുടെ ദൈവം ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ പ്രിയപ്പെട്ടവരെ. നമുക്ക് ചിന്തിച്ചു പോലും കഴിയാതെ വണ്ണം അത്രമാത്രം അപ്രമേയമാണ് നമ്മുടെ ദൈവത്തിന്റെ ബുദ്ധി എന്ന് യെശയ്യാ പ്രവാചകൻ കൂടി പറയുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ തളർന്നു പോകാത്തവനായ ദൈവം, ക്ഷീണിച്ചു പോകാത്തവനായ ദൈവം, ആ ദൈവത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ആശ്രയിക്കുന്നത്. നാം ക്ഷീണിച്ചു പോകുന്ന ചില സമയങ്ങളിൽ എത്ര പേർ ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ക്ഷീണിക്കാത്തവനായ ദൈവത്തിൽ, ഹല്ലേലൂയ, തളർന്നു പോകാത്തവനായ നമ്മുടെ ദൈവത്തിൽ ആശ്രയിപ്പിൻ. നാം ചിലപ്പോൾ തളർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അതെ, ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് ശക്തി തരകാമെന്ന്, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കാമെന്ന്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകനെ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതെ, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി നാം കാത്തിരിക്കണം പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് നമ്മുടെ ദൈവത്തിന് വേണ്ടി കാത്തിരിപ്പാൻ കൊതിയുണ്ട്? ഹല്ലേലൂയ. നമ്മെ സ്വർഗത്തിലേക്ക് കഴുകന്മാർ പറന്നുയരുന്നത് പോലെ നമുക്ക് പറന്നു പോകണം പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും കഴുകന്മാർ പറന്നുയർന്ന് ആ രാജ്യത്തിലേക്ക് എത്തുന്നത് പോലെ നമുക്കും കയറി ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും പ്രിയപ്പെട്ടവരെ. നമുക്ക് ചേർന്ന് പാടാം. ബലഹീനതയിൽ ബലമേകും ബലവാനായോൻ കൂടെയുണ്ട്. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു.
കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിനാഥൻ പകർന്നിടും ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിനാഥൻ പകർന്നിടും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു യഹോവയെ കാത്തിരിപ്പോ ശക്തി പുതുക്കിയിടും കഴുകനെ പോലെ ചിറകടിച്ചുയരും തളർന്നു പോകാതെ ഓടിയിടും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു വാഴ്ത്തിടുമെൻ ജീവകരം എന്നെ സുനായകനെ പ്രതികൂലമേറും ജീവിതമരുവിൽ പുലർത്തുന്നില്ലാതെ ജയകരമായി കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. എന്താണ് പ്രിയപ്പെട്ടവരെ നാം പാടിയത്? യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിയിടും, അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ. ഹല്ലേലൂയ. ഓ കഴുകന്മാർ പറന്ന് ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നത് പോലെ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ യഹോവയ്ക്കായി കാത്തിരുന്ന് ശക്തിയെ പുതുക്കണം. പ്രിയപ്പെട്ടവരെ, ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കഴുകനെ പോലെ നമുക്ക് ചിറകടിച്ച് പറന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്തായി നമുക്ക് സ്വർഗരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം.
ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര ഇങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. And why do you worry about clothes? See how the lilies of the field grow. They do not labor or spin. Yet I tell you that not even Solomon in all his splendor was dressed like one of these. If that is how God clothes the grass of the field, which is here today and tomorrow is thrown into the fire, will he not much more clothe you, O you of little faith? So do not worry, saying, what shall we eat, or what shall we drink, or what shall we wear? For the pagans run after all these things, and your heavenly Father knows that you need them. But seek first his kingdom and his righteousness, and all these things will be given to you as well. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ബട്ട് സീക്ക് ഫസ്റ്റ് ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് റൈറ്റ്യസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ഗിവൻ ടു യു ആസ് വെൽ. അതേ, മുന്നമേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, എന്നാൽ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന്. മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ. പ്രിയപ്പെട്ടവരെ, അവന്റെ രാജ്യത്തെ കുറിച്ച് നമുക്ക് അന്വേഷണമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെ ലഭിക്കുമെന്ന്. എന്താണ് നാം വായിച്ചു കേട്ടത്? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്ന എന്ത്? മത്തായിയുടെ സുവിശേഷം 26 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, 6-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആകാശത്തിലെ പറവകളെ ഒന്ന് നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ എന്ന്. അതേ, ആകാശത്തിലെ പറവകളെക്കാളും വിശേഷതയുള്ളവരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. അതുകൊണ്ട് വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? കർത്താവ് പറയുകയാണ്, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്ന്. അതെ, ദൈവം മനോഹരമായി നിർമ്മിക്കുകയാണ് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന്. ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും, എന്തു ഉടുക്കും, എന്തു കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്.
അതെ, നാം വിചാരപ്പെടുന്നവരാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ഒരു ദിവസം തുടങ്ങിയാൽ നാം എന്തെല്ലാം കാര്യങ്ങളോർത്താണ് വിചാരപ്പെടുന്നത്. എന്നാൽ വിചാരപ്പെടുന്നതിനാൽ ഒരു മുഴം നീളം പോലും കൂട്ടുവാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല എന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗ്ഗത്തിലെ മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. ആദ്യമേ നാം ചെയ്യേണ്ടത് അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പാൻ തുടങ്ങുകയും, എന്നാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാമെന്ന്. ഹല്ലേലൂയ. എന്റെ വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാവിൽ കൂടി പറഞ്ഞ വാക്കുകളാണ് മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, മുന്നമേ നിങ്ങൾ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെയും ലഭിക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും തുടർന്ന് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. റോമർക്കെഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന്. And we know that in all things God works for the good of those who love Him, who have been called according to His purpose. എന്താണ് നാം വായിച്ചു കേട്ടത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. അതെ, നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു? ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് പറയാം. ഒരു രാജാവും മന്ത്രിയും കൂടി വേട്ടയ്ക്ക് പോവുകയായിരുന്നു. അതിനു മുമ്പായി ഈ രാജാവിന്റെ കൈ ഒന്ന് മുറിഞ്ഞു. അപ്പോൾ ആ വിരലിന്റെ തുമ്പ് ഭാഗം, രാജാവിന്റെ വിരലിന്റെ തുമ്പ് അറ്റുപോയി. അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവേ, ഇത് നന്മയ്ക്കാട്ടോ, ഇത് നന്മയ്ക്കാ, എല്ലാം നന്മയ്ക്കാരാ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ആഹാ, എന്റെ വിരലിന്റെ തുമ്പ് പോയത് എങ്ങനെയാ നന്മയ്ക്കായിത്തീരുന്നതെന്ന് ചോദിച്ച് ഈ മന്ത്രിയെ ഭയപ്പെടുത്തുകയുണ്ടായി, പേടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവരെ രണ്ടുപേരും കൂടി നായാട്ടിന് പോവുകയാണ്. കാട്ടിൽ കൂടി നായാട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി. അപ്പോൾ രാജാവിന്റെ ഉള്ളിൽ തോന്നി, എന്റെ കൈയുടെ വിരലിന്റെ അറ്റം പോയപ്പോൾ ഈ മന്ത്രി സന്തോഷിച്ചവനാവുന്നു, ഈ മന്ത്രിയെ എങ്ങനെയെങ്കിലും എനിക്ക് തല്ലി വീഴ്ത്തണം. അങ്ങനെ ചിന്തിച്ച് അവർ ഒരു പൊട്ടക്കിണറിന്റെ സമീപത്ത് കൂടി പോവുകയായിരുന്നു. അപ്പോൾ രാജാവ് ഈ മന്ത്രിയെ പിടിച്ച് ആ പൊട്ടക്കിണറിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ മന്ത്രി ആ പൊട്ടക്കിണറിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, രാജാവേ, എല്ലാം നന്മയ്ക്കാട്ടോ എന്ന് പറഞ്ഞു. എല്ലാം നന്മയ്ക്കാ, എന്നെ പൊട്ടക്കിണറിൽ തള്ളിയിട്ടത് നന്മയ്ക്കാണ് എന്ന് പറഞ്ഞു. ശേഷം അല്പം കൂടി രാജാവ് മന്ത്രിനെ അവിടെ തള്ളിയിട്ട ശേഷം മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചില കാട്ടാളന്മാർ ഈ രാജാവിനെ പിടികൂടുകയാണ്. രാജാവിനെ പിടികൂടി അവർ കൊണ്ടുപോയി അവരുടെ ദേവന് ഈ രാജാവിനെ പൂജയ്ക്ക് വെക്കുവാൻ വേണ്ടി രാജാവിനെ കഴുത്ത് അറുത്ത് അവര് കൊല്ലുവാനായിട്ടാണ് കൊണ്ടുപോയത്. അവരുടെ ദേവിക്ക് കൊടുക്കുന്നതിന് വേണ്ടി, യാഗം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ രാജാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി കൈയും കാലും കെട്ടിയവനായി ആ ദേവിയുടെ മുമ്പിൽ കിടത്തിയിരുന്ന് അവർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ രാജാവിന്റെ വിരലിന്റെ തുമ്പിലെ ഒരു ഭാഗം മാത്രം ഇല്ലാത്തതായിട്ട് അവരുടെ ആരുടെയോ കണ്ണിൽപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ, പറ്റില്ല, കാരണം കൈയുടെ വിരല് അറ്റുകഴിഞ്ഞാൽ ആ മനുഷ്യൻ ഊനുള്ള ആളാണ്. അതിന് ഊനമുള്ള ഒരു അവയവം ഭംഗം വന്ന ആളിനെ നമ്മുടെ ദേവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേവി പ്രസാദിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ കൈയും കാലും കെട്ടടിച്ച് ഈ രാജാവിനെ പറഞ്ഞു വിടുകയാണ്. അപ്പോഴാണ് രാജാവ് ചിന്തിക്കുന്നത്, അയ്യോ, എന്നാ മന്ത്രി പറഞ്ഞല്ലോ എല്ലാം നന്മയ്ക്കായി തീരുമെന്ന്. അപ്പോൾ ആ വിരലിന്റെ തുമ്പ് പോയ കാര്യം അന്നേരമാണ് ഓർത്തത്. തന്റെ വിരലിന്റെ തുമ്പ് പോയില്ലായിരുന്നുവെങ്കിൽ അവർ ആ രാജാവിനെ കഴുത്ത് കണ്ണിച്ച് കൊന്നുകളയുമായിരുന്നു. അപ്പോൾ എല്ലാം നന്മയ്ക്കാണല്ലോ എന്ന് മന്ത്രി പറഞ്ഞ വിവരം ഓർത്തു. അപ്പോൾ രാജാവ് ചിന്തിച്ചു, എന്തായാലും എന്റെ മന്ത്രിനെ രക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ച് ആ പൊട്ടക്കിണറ്റിലേക്ക് ഈ രാജാവ് തിരിഞ്ഞു നടന്നു. ഒരു നീണ്ട ഒരു കാട്ടുവള്ളിയെല്ലാം കൊടുത്ത് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് ആ മന്ത്രിയെ പതുക്കെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ മന്ത്രിയോട് രാജാവ് ചോദിക്കുകയാണ്, മന്ത്രി, എന്താണ് നീ പറഞ്ഞത്? നിന്നെ ഞാൻ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ എല്ലാം നന്മയ്ക്കാന്ന് നീ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, എന്റെ പൊന്നു രാജാവിനെ അവർ കൊണ്ട് പോയില്ലേ? രാജാവിന്റെ കയ്യില് ഊനമുള്ളത് കൊണ്ട് രാജാവിനെ രക്ഷപ്പെടുത്തി. എന്നെ സംബന്ധിച്ച് യാതൊരുവിധ ഊനവുമില്ല. അവർ രാജാവിന് പകരം എന്നെ അവർ യാഗം കഴിക്കുമെന്ന്.
അപ്പോൾ രാജാവിനോട് പറഞ്ഞു, അതുകൊണ്ടാണ് രാജാവേ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ കാര്യമായാലും വേദനിക്കുന്ന കാര്യങ്ങളായാലും നഷ്ടപ്പെടേണ്ട കാര്യങ്ങളായാലും പ്രിയപ്പെട്ടവരെ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. അതെ, ദൈവത്തെ സ്നേഹിക്കുക. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. കർത്താവ് വിളിച്ചവരാണ് ഈ ശബ്ദം കേൾക്കുന്നത്. യേശുവിന്റെ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യം കിട്ടിയവര് കർത്താവ് കണ്ട ജനമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ അവൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. അവൻ നമുക്കായി നല്ല ഭവനങ്ങൾ അവൻ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അവിടെ നല്ല മാളികകളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്വർണ്ണ തങ്ക തെരുവീതികളുണ്ട്. ഹല്ലേലൂയ. മനോഹരമായ ഭിത്തികളാണ് അവിടെയെല്ലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അടുത്തതായി സങ്കീർത്തനങ്ങൾ 103 സങ്കീർത്തനം 19 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു എന്ന്. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. The Lord has established his throne in heaven and his kingdom rules over all. അതെ, യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കുന്നു നമ്മുടെ ദൈവം അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നവനായ ദൈവം? ഹല്ലേലൂയ. ഈ അണ്ടകടാഹങ്ങളെ നിർമ്മിച്ചവൻ. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം പ്രിയപ്പെട്ടവരെ. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ നമുക്ക് ചേർന്ന് പാടാം. എഴുന്നള്ളുന്ന യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാമാന്യ ശക്തി തകർത്തിടുവാൻ. എഴുന്നള്ളുന്ന യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാമാന്യ ശക്തി തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കൂടലും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കൂടലും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാമാന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്ന യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാമാന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴ
പ്രിയപ്പെട്ടവരെ, നാം എന്താണ് പാടിയത്? എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവ് ഭരിക്കുന്ന ഒരു നല്ല നാളുകൾ? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പാ, നീ എല്ലാം ഭരിക്കുന്നതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. യേശു നമ്മെ ഭരിച്ച് നിയന്ത്രിക്കുന്നതിന് എത്ര പേർക്ക് കൊതിയുണ്ട്? ഹല്ലേലൂയ. അവനെ നമ്മുടെ രാജാവായി ഹൃദയത്തിനുള്ളിലേക്ക് സ്വീകരിക്കാമോ? അവനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാമോ? പ്രിയപ്പെട്ടവരെ, ഓ ഇതുവരെയും യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവരാജ്യത്തിൽ കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ യേശു രക്ഷകനും കർത്താവും രാജാവുമായി വാഴുന്നു എങ്കിൽ ഹല്ലേലൂയ, നിനക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിക്കാതെ കടന്നുപോയ സകല ആത്മാക്കളും നിത്യനരകത്തിന്റെ ഭയാനകമായ തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടി അടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ ആത്മാക്കൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നു. യേശുവിനെ സ്വീകരിക്കാത്ത ആത്മാക്കളെല്ലാം കടന്നു ചെല്ലുന്ന സ്ഥലം നിത്യനരകമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് സ്വർഗത്തിൽ കടന്നു ചെല്ലുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല. നിന്റെ ഹൃദയത്തിനുള്ളിൽ യേശു രാജാവായി ഭരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അത് മാത്രമേ അവൻ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അറകൾ നിങ്ങൾക്ക് തുറന്നു കൊടുക്കാം. ഓ, നമുക്ക് 4 അറകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഹൃദയത്തിനുള്ളിൽ. എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറകൾ നിങ്ങൾ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ? ഹല്ലേലൂയ. സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നുണ്ടോ? എങ്കിലും അവനോട് യാത്ര പറയാം. സാത്താനെ, നിന്നെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്നിലുള്ള സകല വഞ്ചനകളെയും നീ തരുന്ന ചില പാപത്തിന്റെ രസങ്ങളെയും ഞങ്ങൾ യാത്ര പറയുന്നു. ഹല്ലേലൂയ. സാത്താനെ, നിന്നെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്നിലുള്ള സകല വഞ്ചനയും ഹല്ലേലൂയ അവൻ തരുന്ന പാപസുഖങ്ങളോട് ഞങ്ങൾ യാത്ര പറയുന്നു. ഹല്ലേലൂയ. സാത്താനെ, നിന്നെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്നിലുള്ള സകല വഞ്ചനയെയും അവൻ തരുന്നതായ പാപത്തിന്റെ സുഖങ്ങളോടും ഞങ്ങൾ യാത്ര പറയുകയാണ്. ഹല്ലേലൂയ. എന്താ, നിങ്ങൾ യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കൂ. പ്രിയപ്പെട്ടവരെ, യേശുവേ, നീ ഞങ്ങളുടെ രക്ഷകനായി ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവും രാജാവുമായി അവിടുന്ന് ഞങ്ങളെ ഭരിപ്പാൻ എഴുന്നള്ളി വരണമേ. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു കൊടുക്കാമെങ്കിൽ ഹല്ലേലൂയ അവൻ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അവൻ ഇന്നും വാതിക്കൽ വന്ന് മുട്ടുകയാണ്. ഹല്ലേലൂയ. കെഞ്ചിക്കൊണ്ട് അവൻ ഇന്നും കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഒന്ന് പാർക്കുവാനാണ് അവന് ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ആലയങ്ങളാക്കാനാണ് അവൻ ആഗ്രഹം. ഹല്ലേലൂയ. അവൻ കൈപ്പണിയായതിൽ അവൻ വസിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിപ്പാനാണ് യേശു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്താൽ ആ രാജാവായി അവൻ വാഴും. ഹല്ലേലൂയ. നമുക്ക് അവസാനമായി ഒരു വാക്യം കൂടി ചിന്തിച്ച് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എന്റെ വിശ്രമസ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? This is what the Lord says. Heaven is my throne and the earth is my footstool. Where is the house you will build for me? Where will my resting place be? Has not my hand made all these things, and so they came into being? Declares the Lord, this is the one I esteem, he who is humble and contrite in spirit and humbleth at my word. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഭൂമി പാദപീഠമാണെങ്കിൽ നാം ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത്? സ്വർഗം സിംഹാസനം, ഭൂമി ഇതാ പാദപീഠം. അതെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പാദപീഠത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ പാദപീഠം ഒന്ന് ചുംബിക്കാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? ഹല്ലേലൂയ.
നാം കുമ്പിട്ട് ആരാധിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ പാദപീഠമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവന്റെ പാദപീഠത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ പാദങ്ങളിൽ ആണിപ്പാടുകൾ കാണാം പ്രിയപ്പെട്ടവരെ. അവന്റെ കാലുകൾ ഹല്ലേലൂയ ആ കുരിശിലേക്ക് ചേർത്ത് ആ കാലിരുമ്പാണികൾ കൊണ്ട് അടിച്ച് കയറ്റിയിരിക്കുകയാണ്. ആ കാലുകളിൽ നിന്ന് ഞരമ്പുകളെല്ലാം അസ്ഥികളെല്ലാം ഒടിഞ്ഞു നുറുങ്ങി ഹല്ലേലൂയ ആ മരത്തോട് ചേർത്തടച്ച് അടിച്ചിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. അവൻ തൂക്കപ്പെട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അവന്റെ ഭൂമി എന്റെ പാദപീഠവും ആകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എന്റെ വിശ്രമസ്ഥലവും ഏത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ അവന്റെ ആലയങ്ങളാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് നമ്മുടെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയമാവുക. ഇന്ന് അനേകം പള്ളികൾ പണിതുകൊണ്ടിരിക്കുന്ന നാളുകളാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്വർഗത്തിലെ ദൈവം കൈപ്പിണിയായി ഇതിൽ വസിക്കുന്നില്ല. അവൻ നമ്മുടെ ഉള്ളിലാണ് പ്രിയപ്പെട്ടവരെ വസിക്കുന്നത്. അതുകൊണ്ട് എത്ര പേർക്ക് കൊതിയുണ്ട്. പ്രാർത്ഥിപ്പിൻ പ്രിയപ്പെട്ടവരെ. യേശുവേ, നീ എന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വന്ന് എന്നെ നിന്റെ ഒരു പള്ളിയാക്കി മാറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ പള്ളി. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരിലും ഇറങ്ങി നിൽക്കുവാനാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് ഞാൻ ദൈവത്തിന്റെ പള്ളിയായി മാറണമെന്ന്. ഹല്ലേലൂയ. ഓ, ഈ നാളുകളിൽ ഹല്ലേലൂയ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പള്ളികളായി മാറുക. ഹല്ലേലൂയ. കോടിക്കണക്കിന് രൂപകൾ മുടക്കി ഇന്ന് അനേകം ദേവാലയങ്ങൾ പടുത്തുയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. അതിലൊന്നും സ്വർഗത്തിലെ വസിപ്പാൻ, സ്വർഗത്തിലെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ ഓരോരുത്തരിലുമാണ് സ്വർഗത്തിലെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാവുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. അതെ, നീ അരിഷ്ടനായിട്ടാണോ ഇരിക്കുന്നത്? മനസ്സ് തകർന്നവനായിട്ടാണോ നീ ഇരിക്കുന്നത്? എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. അതെ, സ്വർഗത്തിലെ ദൈവം കടാക്ഷിക്കും പ്രിയപ്പെട്ടവരെ. അവൻ നമ്മെ കിടന്നു വിട്ട് മാറിപ്പോകുന്നവനല്ല. ഹല്ലേലൂയ. കണ്ണുനീർ കണ്ട് മനസ്സലിയുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമ്മെ തള്ളിക്കളയുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഓ, ഇതൊക്കെയും ഉണ്ടാക്കി ഇങ്ങനെയാവുന്നു, ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ കൈയാണ് ഇതൊക്കെയും ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. ആ സ്വർഗത്തിലെ അപ്പൻ നമ്മളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. അതെ, സ്വർഗം മഹനീയമായ ഒരു സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ. നിത്യത മുഴുവനും അവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് ഏറ്റവും ആഹ്ലാദപരമായ കാര്യമായിരിക്കും. എത്ര പേർക്ക് കൊതിയുണ്ട് ഈ മഹനീയമായ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ നിത്യത മുഴുവനും. ഹല്ലേലൂയ. നമ്മുടെ നിത്യത മുഴുവൻ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് ഹല്ലേലൂയ ഏറ്റവും ആഹ്ലാദപരമായ കാര്യമാണ്. ഈ ലോകത്തെക്കാൾ എത്രയോ മനോഹരമാണ് സ്വർഗം. സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ താരതമ്യപ്പെടുത്തുവാൻ പോലും നമുക്ക് കഴിയുകയില്ല. ഈ സ്വർഗവും ഈ ഭൂമിയും, ഈ ഭൂമിയിൽ മനോഹരമായ പുഷ്പങ്ങളുണ്ട്. അതിലും മനോഹരമായ പുഷ്പങ്ങളാണ് പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തിലുള്ളത്. അവിടുത്തെ ഗാർഡൻസ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഗാർഡൻസ് കാണുമ്പോൾ നമ്മുടെ കണ്ണഞ്ചി പോകാറുണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഹല്ലേലൂയ അവിടുത്തെ ആ ഗാർഡൻസ് എല്ലാം ഹല്ലേലൂയ വർണ്ണ മനോഹരമായ ഹല്ലേലൂയ പൂക്കളും. ഹല്ലേലൂയ. ഓ, വർണ്ണലതാദികളായ വൃക്ഷങ്ങളും. ഹല്ലേലൂയ. ഓ, മനോഹാരിത കാണുവാൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹല്ലേലൂയ നമ്മുടെ ആത്മകണ്ണുകൾ തുറന്ന് ഹല്ലേലൂയ സ്വർഗം എന്ന് നമുക്ക് കാണുവാൻ സ്വർഗത്തിലെ അപ്പൻ നമ്മെ കൂട്ടിക്കൊണ്ട് പോകും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ സ്വർഗരാജ്യം കാണിച്ചു തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വർഗം എങ്ങനെയുണ്ട് എന്ന് കാണുവാൻ? ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിന്റെ മാധുര്യം അനുഭവിപ്പാൻ എത്ര പേർക്ക് കൊതിയുണ്ട്. ഹല്ലേലൂയ. അതിനായി സ്വർഗത്തിലെ അപ്പൻ രാജകുമാരൻ ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗം വിട്ട് നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജകുമാരനായ യേശു. ഹല്ലേലൂയ. ആ സ്വർഗ സിംഹാസനമെല്ലാം വിട്ട് ഹല്ലേലൂയ ആ ബേത്ലഹേമിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആ ബേത്ലഹേം മലഞ്ചെരുവിലെ ആ കാലിത്തോട്ടിൽ ഹല്ലേലൂയ ആ കാലിത്തൊഴുത്തിൽ ഹല്ലേലൂയ ആ മുള്ളുകളെല്ലാം ഉള്ള ഹല്ലേലൂയ ആ മൂത്രത്തിന്റെ എല്ലാം ദുർഗന്ധമുള്ള ഹല്ലേലൂയ ആ കാലിത്തൊഴുത്തിൽ ഹല്ലേലൂയ നമ്മുടെ യേശു പെറ്റു വീണത്. ഹല്ലേലൂയ. യേശുവിനെ പെറ്റിട്ടത്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിന്? ഹല്ലേലൂയ നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാനാണ് സ്വർഗത്തിന്റെ രാജകുമാരൻ ഈ ഭൂമിയിലേക്ക് കടന്നു നിന്നിരിക്കുന്നത്. എത്ര പേർക്ക് കൊതിയുണ്ട് നിങ്ങളുടെ
ഹൃദയം തുറന്നു കൊടുക്കുക. ആ കൽക്കിടാവ് പോലെ ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയവുമാണപ്പാ. ഹല്ലേലൂയ ഈ ഹൃദയം ഞങ്ങൾ തുറക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ അപ്പൊ ഈ ഹൃദയം നിനക്ക് മതിയെങ്കിൽ ഹല്ലേലൂയ നിനക്ക് പെറ്റു വീഴുവാൻ ഞങ്ങളുടെ ഹൃദയം നിനക്ക് തുറന്നു തരാം. ഹല്ലേലൂയ അവിടെ അനേകം വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ചെന്ന് യേശുവിന് ഒരൽപ്പം സ്ഥലം തരുമോ എന്ന് ആ മാതാവും ആ യോസേഫ് പിതാവും കെഞ്ചി. ഹല്ലേലൂയ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, ഇവിടെ സ്ഥലമില്ല എന്ന്. പ്രിയപ്പെട്ട മകനെ മകളെ, നീ പറയരുതേ, ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് യേശുവിനെ പറഞ്ഞയക്കരുതേ. ഹല്ലേലൂയ ഹല്ലേലൂയ അവനെന്ന് കെഞ്ചിക്കൊണ്ട് നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അരികിൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ എന്തിനാണ് സ്വർഗത്തിന്റെ രാജകുമാരൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ്. ഹല്ലേലൂയ അവൻ നമ്മിൽ വസിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ നമ്മെ ഹല്ലേലൂയ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ 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 സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുവാൻ പോലും നമുക്ക് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഈ ഭൂമിയിലെ മനോഹരമായ സ്ഥലങ്ങൾ തേടി ഇന്ന് മനുഷ്യൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ ഫോറിൻ കൺട്രീസ് എല്ലാം പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ ഈ ഭൂമി എത്രയും മനോഹരമാണ്. ഹല്ലേലൂയ ഇതിലും എത്രയോ 10 മടങ്ങ് മനോഹരമാണ് സ്വർഗരാജ്യം പ്രിയപ്പെട്ടവരെ. അവിടെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹല്ലേലൂയ നിങ്ങൾ പേരെഴുതി വെച്ച ഹല്ലേലൂയ കൊട്ടാരങ്ങളും മാളികകളും എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പേരെഴുതി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ നമുക്കറിയാം. നമ്മുടെ വീടുകളിലെല്ലാം പല പാത്രങ്ങളിലും നമ്മുടെ പേര് കുത്തിവെച്ചിരിക്കുന്ന പാത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലും പാത്രങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ സ്വർഗത്തിന്റെ മനോഹാരിതകൾ. ഹല്ലേലൂയ ഹല്ലേലൂയ അതെല്ലാം നമുക്ക് രുചിക്കണം. ഹല്ലേലൂയ അതിനുവേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ ഇത് അറിയിക്കുന്നത്. പരിശുദ്ധമാവാം ദൈവം. ഹല്ലേലൂയ സ്വർഗം. ഹല്ലേലൂയ ഓ പാദപീഠം, ഭൂമി എൻ്റെ പാദപീഠമാകുന്നു. ആ പാദപീഠത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ പാദപീഠം നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെ പാദപീഠം. ഹല്ലേലൂയ 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 അവൻ ആ യെരുശലേമിൻ്റെ തെരുവിൽ കൂടി മന്ദം മന്ദം കടന്നുപോയി. ഹല്ലേലൂയ ഹല്ലേലൂയ യെരുശലേമിൻ്റെ ആ തെരുവീതിയിൽ കൂടി യേശു നടന്നു. കരയുന്നവരുടെ കണ്ണുനീര് അവൻ ഒപ്പി. ഹല്ലേലൂയ മരിച്ചവരെ അവൻ ജീവിപ്പിച്ചു. ഹല്ലേലൂയ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എന്തെല്ലാം അത്ഭുതങ്ങൾ അവൻ ചെയ്തു. ഹല്ലേലൂയ യേശു അത്ഭുതങ്ങൾ ആയിരുന്നു. യേശുവിൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഓ എന്നാൽ അവൻ്റെ പാദങ്ങൾ ഹല്ലേലൂയ 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 ആ കുരിശിനോട് ചേർത്ത് 3 ആണികളിൽ യേശുവിൻ്റെ പാദങ്ങൾ അടിച്ച് ചേർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടി? നമ്മൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിച്ച്, സാത്താന്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിച്ച് നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ നമ്മുടെ കാല് കുത്തിക്കുന്നതിന് വേണ്ടിയാണ് യേശുവിൻ്റെ പാദങ്ങൾ കാരിരപാണികളാൽ അടിയേറ്റ് രക്തം വാർന്നൊളിച്ച് കിടക്കുന്ന യേശുവിലേക്ക് നിങ്ങൾ നയിക്കുകയാണ്. ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ അവൻ്റെ കൈകൾ രണ്ടിലും കാരിരപാണികൾ അടിച്ച് ആ മരത്തോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ അവൻ്റെ കാലുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ട്. ഹല്ലേലൂയ അപ്പൊ അതിൽ ഒരു തുള്ളി രക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണം. ഹല്ലേലൂയ ഇന്ന് യേശുവിന്റെ രക്തം വീണവരായി എഴുന്നേറ്റ് പോകണം. ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിന്റെ ഒരു തുള്ളിയെങ്കിലും ഹല്ലേലൂയ നമ്മുടെ ശിരസിന്മേൽ വീണ്. ഹല്ലേലൂയ നിന്റെ രോഗമുള്ള ശരീരഭാഗത്തിന്മേൽ യേശുവിനൊന്ന് കാണിച്ചു കൊടുക്കൂ. ആ രോഗമുള്ള ഭാഗങ്ങൾ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിച്ചു കൊടുക്കൂ. ഹല്ലേലൂയ അവരുടെ രക്തം ഇപ്പോൾ വീഴുകയാണ്. ഹല്ലേലൂയ യേശുവിന്റെ രക്തം വീണാൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങും. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര പേർക്ക് കൊതിയുണ്ട് കർത്താവേ, ഞങ്ങളുടെ ദേഹം, ഞങ്ങളുടെ ദേഹി, ഞങ്ങളുടെ ആത്മാവ് ഹല്ലേലൂയ ആയിരിക്കുന്ന പ്രകാരം കർത്താവെ മരിച്ച അവസ്ഥയിലാണ് ഇന്ന് അനേകരുടെ ആത്മാക്കൾ. ഹല്ലേലൂയ കർത്താവെ ഞങ്ങളുടെ മരിച്ച ആത്മാക്കളെ നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ തുറന്നു വെക്കുകയാണ്. ഹല്ലേലൂയ ഞങ്ങളുടെ ദേഹിയുടെ രോഗങ്ങൾ, ദേഹത്തിന്റെ രോഗങ്ങൾ എല്ലാം കർത്താവെ ഞങ്ങൾ നിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വെക്കുകയാണ്. യേശുവിന്റെ രക്തം ഒരു തുള്ളി കർത്താവെ ഞങ്ങൾ യാചിക്കുകയാണ്. ഹല്ലേലൂയ ക്രൂശിൽ നിന്ന് അവസാന തുള്ളി ചോര വരെയും അവിടുന്ന് ഊറ്റി തന്നു. ഹല്ലേലൂയ എന്നാൽ ഒരു തുള്ളി രക്തം. ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ യേശുവിന്റെ രക്തം ഞങ്ങളുടെ സിരകളിൽ കൂടി ഒഴുകട്ടെ. ഹല്ലേലൂയ കർത്താവെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിലും അധികാരത്തിലും വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യവും അസാധ്യമല്ല തന്നെ. ഹല്ലേലൂയ ആത്മാവിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറുകളെയും ഞങ്ങൾ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ എന്റെ പ്രാണന്റെ അരിഷ്ടതകളെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറുകളെയും ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതകളെ സൗഖ്യമാക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തെയും തിരുമുറുകളെയും ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ നിന്റെ തിരുമുറുകൾ ഞങ്ങൾ ചുംബിക്കട്ടെ. ഹല്ലേലൂയ പാദപീഠത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ യാഗമായി അർപ്പണം ചെയ്യുന്നു. എന്നെയും എനിക്കുള്ള സകലത്തെയും ഞങ്ങൾ യാഗമായി അർപ്പണം ചെയ്യുന്നു. ഹല്ലേലൂയ
എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായി അർപ്പണം ചെയ്യുന്നു ഞാൻ. തീ കത്തിക്കായി എന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. തീ കത്തിക്കായി എന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പിനുള്ളിൽ കാത്തിയൊരു പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പിനുള്ളിൽ കാത്തിയൊരു തീ കത്തിക്കാ എന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ തീയാൽ നമുക്ക് കഴുകപ്പെടാം. ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ഹല്ലേലൂയ. അപ്പാ ഞങ്ങൾക്കും കൊതിയുണ്ട്. കഴുകൻ ചിറകടിച്ച് പറന്ന് കയർന്ന് ഉയരങ്ങളിലേക്ക് പറന്നു പോയതുപോലെ യഹോവയ്ക്കായി കാത്തിരുന്ന ശക്തിയെ പുതുക്കി സ്വർഗത്തിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങൾക്കും പറന്നുയരണം. അപ്പാ ഹല്ലേലൂയ. കർത്താവേ, ഹാനോക്കും ഏലിയാവും എല്ലാം രൂപാന്തരപ്പെട്ടവരായി ഹല്ലേലൂയ പറന്നുപോയി. ഹല്ലേലൂയ. ഒരു ഉടലോടെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്താണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം? ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹമാണ് ഹാനോക്കിനും ഏലിയാവിനെല്ലാം ദൈവം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും വാഞ്ചിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഉടലോടെ രൂപാന്തരപ്പെട്ട ശരീരങ്ങളായി പറന്നുയരണമെന്ന് നിങ്ങൾ വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. അവൻ നമുക്ക് സാധിപ്പിച്ചു തരും. ആ ആത്മീയ ഉയർന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കരം പിടിച്ച് ഉയർത്തുവാനാണ് സ്വർഗത്തിൽ ദൈവം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഈ കാലവരി തറവാടിന്റെ അംഗണത്തിൽ നിന്ന് കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് തന്റെ ആണിപ്പാടുള്ള കരം വെച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പാ ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ആണിപ്പാടുകൾ ഞങ്ങളുടെ ശിരസിന്മേൽ വെക്കണമേ. കിടന്നു വന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി നീ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ആകുലങ്ങളെല്ലാം അവിടുന്ന് മാറ്റിക്കൊടുക്കണമേ. കർത്താവേ, ഹൃദയത്തിൽ സ്വർഗീയ സമാധാനം ഇപ്പോൾ ഇറങ്ങി വരട്ടെ. അപ്പാ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയമെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ വരട്ടെ. അപ്പാ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ ആത്മാവിനാൽ നിറച്ച് സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. കർത്താവെ, യൂട്യൂബിൽ കൂടി കർത്താവെ ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ നീട്ടി ഹല്ലേലൂയ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരവിഷയങ്ങൾ നീ ഏറ്റെടുക്കണമേ. അവരുടെ രോഗികളായവരെ നീ സൗഖ്യമാക്കണമേ. അപ്പാ ഹല്ലേലൂയ. സൗഖ്യമാക്കണമേ. അപ്പാ, അവരുടെ ഭാരത്താൽ വളഞ്ഞിരിക്കുന്നവർക്ക് കർത്താവെ വിടുതൽ അയക്കണമേ. കർത്താവെ, സാമ്പത്തികമായ ചില വഴികൾ തുറന്നു വരട്ടെ. അടഞ്ഞ വഴികൾ തുറക്കട്ടെ. അപ്പാ ഹല്ലേലൂയ. കർത്താവെ, പുതുവഴികൾ തുറന്നു പോകട്ടെ. തടസ്സങ്ങളെ തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെട്ടു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, തടസ്സങ്ങളെ തകർക്കുന്നവൻ നമുക്ക് മുമ്പിലുണ്ട്. ഈ ഭൂമിയിൽ യേശുവിന്റെ പാദപീഠമാണ് ഈ ഭൂമി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി പാദപീഠമാണ്. നാം യേശുവിന്റെ പാദപീഠം കണ്ടുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് നടന്നാലും പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പാദപീഠമുള്ള ഭൂമിയിൽ കൂടി നമുക്ക് നടക്കാം. പ്രിയപ്പെട്ടവരെ, അവൻ എല്ലാത്തിനും സകല പ്രശ്നത്തിനും പരിഹാരം അവന്റെ പാദപീഠത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങൾ നിന്റെ പാദപീഠം ചുംബിക്കട്ടെ. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കട്ടെ. ഹല്ലേലൂയ. അപ്പാ, നിന്റെ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഹല്ലേലൂയ. അപ്പാ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദേഹവും ഞങ്ങളുടെ ദേഹിയും ഞങ്ങളുടെ ആത്മാവും ആ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അന്ത്യത്തോളം ഞങ്ങൾ ഒരുമിച്ച് യേശുവിനെ മുഖാമുഖം കാണുന്നവരെയും അപ്പാ, കോഴി തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. കർത്താവേ, അവിടുന്ന് നല്ല എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഈ സമയം അത്രയും അവിടുന്ന് ഞങ്ങളോട് സ്വന്തമായി ഇടപെട്ടതിന് നന്ദി. കർത്താവേ, തന്ന ജീവന്റെ വചനങ്ങൾക്കായി നന്ദി. അപ്പാ ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. അപ്പാ, ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകട്ടെ. അവിടുന്ന് നല്ല അപ്പനായി ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ ഭാവിയെല്ലാം ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടിയൽക്കായ ജീവിതം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കൂട്ടായ്മയും നാം എല്ലാവരോടും, നാം വിട്ടുപോകുന്നിട്ടുള്ള ഭവനങ്ങളോടും, നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.